ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തക്കുടു. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ മറ്റേ എന്തൊരു ആമസോൺ എടുത്തു മറ്റേ സോഡ് എടുക്കാൻ വേണ്ടി ഗോഡ് ചാനൽസ് ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അടിയിൽ കണ്ടാണ് വാലൻറ്റൈൻസ് ഡേ ഇവൻ്റ് ഡബിൾ XP അടക്കം കൊടുക്കും. ഞാൻ അത് കണ്ടില്ല, എപ്പോഴാണ് കാണാത്തതുകൊണ്ട് കാണാൻ വേണ്ടി കാണിച്ചിരുന്നത്. ഇതൊന്നും യൂസ് എന്താ വെച്ചാൽ അറിയാത്തവർക്ക് പറഞ്ഞുതരാം. നമുക്കിപ്പോൾ കിട്ടുന്ന XP കൂടുതൽ ഓരോ ക്വസ്റ്റ് എടുക്കുമ്പോൾ അതിന് ഡബിൾ XP കിട്ടും. 45 മിനിറ്റോളം ഇപ്പോൾ XP കിട്ടും. ആ ലെറ്റർ കൊണ്ടെടുത്ത് തന്നെ 300ഓളം 45 ആകുമ്പോൾ ലവ് ഹേർഡ് കിട്ടും. അപ്പോൾ സുഖം എല്ലാവർക്കും. ഞാൻ ഏതായാലും കുറച്ച് കഴിഞ്ഞ് ഗ്രൈൻഡ് ആക്കട്ടെ. കൂടെ എല്ലാ ചെസ്റ്റും തുറന്നു നോക്കട്ടെ. ഭാഗ്യം ഉണ്ടെങ്കിൽ വേം എന്തിട്ടും ഗോഡ് ചാൻസ് കിട്ടും. നമുക്ക് വേം പോയിക്കാണ്ട് വേറെ സോഡ് പോയി എടുക്കണ്ട, ആ സോഡ് എടുക്കാം. അപ്പോൾ നമ്മൾ അടിയിൽ ഇങ്ങനെ എടുക്കുമെന്ന് നോക്കി നിങ്ങട്ടൊക്കെ എന്തിനാ വെച്ചാൽ ഇങ്ങനെ ഒരു മണിക്കൂർ സ്പിൻ ചെയ്യാനും പിന്നെ 45 മിനിറ്റ് ആകുമ്പോൾ മറ്റേ കത്തുകൊണ്ട് എടുക്കലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാൻ വേണ്ടി. കുപ്പിയുടെ ടോപ്പ് ഹാറ്റോ എന്താ എന്തിനാ ഒരു സ്പിൻ എക്സ്ട്രാ കിട്ടി. കിഡ്സിന് തന്നില്ലടാ കണ്ടാള്. നല്ലൊന്നും കിട്ടി. പക്ഷേ ആറ്റ് എന്തിനാ നോക്കട്ടെ കേട്ടോ. അത് കൈ കിട്ടിയോ? മെനു എടുക്കട്ടെ. ഐറ്റംസ് എൻ്റെ കയ്യിലുണ്ട്. മൂവ്മെൻറ്റ് സ്പീഡ് 14%, ഹെൽത്ത് കൂടുണ്ട്, മീൽ ഡാമേജ്, റെസിസ്റ്റൻസ്, ഹെൽത്ത് മൾട്ടിപ്ലെയർ. എന്താ ഗൈസ് ഹെൽത്ത് ഡാമേജ് അല്ലേ, ഹെൽത്ത് സ്പീഡ് കൂടുമോ? തൊപ്പി എക്യുപ്പാക്കി പക്ഷേ മെജീഷ്യനായി. വാലൻറ്റൈൻസ് ഡേ മെജീഷ്യനാണ് ഞാൻ ഇനി മുതൽ. അപ്പോൾ നമുക്ക് ഇനിയും ഗോൾഡ് ചാൻസും തപ്പാം, ലെവലപ്പും ചെയ്യാം. ഗൈസ് നല്ല ഭാഗ്യമുണ്ട് നമുക്ക്. ഞാൻ എന്താ ഒരു ഗ്രൈൻഡൊക്കെ പോകാൻ നേരത്തെ അവിടെ വെറുതെ ജസ്റ്റ് കണ്ടു മറ്റേ ഇവിടെ മാൻഷനിൽ. അത് തുറന്ന് നോക്കിയപ്പോൾ നേരെ കിട്ടിയത് ഗോൾഡ് ചാൻസ്. നല്ല ഭാഗ്യം. ഗോൾഡ് ചാൻസ് മാത്രം ഭയങ്കര ഭാഗ്യം, വല്ലാത്തൊരു ഭാഗ്യം. ഞാൻ വേഗം പോയി നമുക്ക് ഇൻട്രസ്റ്റ് ഫോണാക്കാനുള്ള ഔറൊന്നുമില്ല. നമ്മൾ മാക്കനൊക്കെ ചെയ്യില്ലേ, DC മോഡറേറ്ററാണ്. മാക്കിനെ വിളിച്ച അപ്പം വരും, അത് സീനില്ല. വിളിച്ചു വരുത്തിയിട്ട് ഇൻട്രസ്റ്റ് ഫോണാക്കുന്നു. മറ്റേ ഒരു എന്തെങ്കിലും പേര് ജ്യോതിരി അങ്ങനത്തെ ഒരു സോഡാണ്, അതന്നെ എടുക്കാൻ പോണേ. ആ സോഡ് എടുത്തിട്ട് പിന്നെ ഇപ്പോഴുള്ള നമ്മൾ ഈ ആമസോണും ആ സോഡ് കൂട്ടിയിട്ട് ഒരു വേറെ സോഡ് ഉണ്ടാക്കാൻ പറ്റും. അതിന് 2500 ലെവലാവണം. ഇപ്പോൾ എടുക്കാൻ പോകുന്ന സോഡ് കിട്ടണമെങ്കിൽ 2000 ലെവലാവണം. അതാരും മറക്കണ്ട കേട്ടോ. 2000 ലെവലുള്ളവർക്ക് മാത്രമാണ് ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുന്ന സോഡ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, മാക്ക് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നു. ഞാൻ ഗോഡ് ചാൻസ് കൊണ്ട് വെക്കുന്നു. മാക്കിൻ്റെ പോർട്ടലുണ്ടായിട്ട് നേരെ പൈറേറ്റിൽ വെച്ചിട്ട് എന്നാൽ തന്നെ ഞാൻ മണ്ടാല. കുറേ പൈറേറ്റ്സ് ഉണ്ട് അടുത്ത്. ഒരു അടി അതിനെ കഴിഞ്ഞു. ഇവന്മാരാണെങ്കിൽ തപ്പുണ്ട്, ചാറ്റ് ചോദിച്ചിട്ടുണ്ട് ആർക്കാ ഗോഡ് ചാൻസ് കിട്ടി ചോദിച്ചിട്ടുണ്ട്. ഇവന്മാരെ അതിനെ അറിഞ്ഞതാവും, എനിക്കറിയത്തില്ല. ഓക്കെ വെക്ക് ആവണില്ല. വെച്ചു. ഇൻട്രസ്റ്റ് ഫോണായി. മേക്കൂടെ പുറത്താ ഇതായിരുന്നു. ഓക്കെ സ്പോണാക്ക്. ഓക്കെ, ഇത് ഗൈസ് ഈ ഏരിയ നിങ്ങൾക്ക് ക്ലിയർ ആവുണ്ടാവില്ല. ഞാനിത് അതിനെ എടുക്കേണ്ടി കറക്റ്റ് കാണിച്ചില്ല. ഈ സോഡ് എടുത്ത് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ ഒന്ന് പോട്ടെ. ഞാൻ വേണം ചെയ്ത് തീർക്കട്ടെ. ഇത് മേക്കെ എന്നെ കാണണ്ട്. പോട്ടെ ഇല്ലടെ. ഞാൻ ഇവിടെ വടത്തിനടുത്ത് വേമ്പ. ഓക്കെ ഗൈസ്, ഇവിടെ സീക്രട്ട് സിമ്പിൾ ഉണ്ടാവും. ഇത് എല്ലാവർക്കും അറിയുണ്ടാവും. ഈ ആമസോണൊക്കെ എടുത്ത് വീട്ടിൽ ഞാൻ കാണിച്ചത്. ഇവിടെ തന്നെ നമ്മൾ ഇത് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ കാണിച്ചുതരാം. ഇവിടെ ഇത് പൊട്ടിക്കാണ്ടാവും. ഇവിടെ ഒരു വാതിൽ പൊട്ടിക്കാണ്ടാവും. അത് ബുദ്ധിട്ടാൽ തന്നെ ശേഷം പൊട്ടും. ചിലത് പൊട്ടിയില്ലെങ്കിൽ ബുദ്ധിൻ്റെ വേറെ മൂവ്മെൻറ്റ് ഇട്ടാൽ മതി, പൊട്ടിക്കോളും. പൊട്ടി. ഓക്കെ, ഇനി എല്ലാവരും കൊല്ലാം. ഈ ഗോസ്റ്റ് എല്ലാവരും കൊല്ലുക. ഈ ഡാർക്ക് സ്റ്റെപ്പിൻ്റെ വീറ്റ് ഇട്ടു. ഡെത്ത് സ്റ്റെപ്പ് ഗൈസ്, ഇത് വല്ലെടുങ്ങാനാണ്. ഇതുകൊണ്ട് എന്താ പറയുക, PvP മയത് കളിച്ചാൻ വയ്ക്കുന്നില്ല. ഈ NPC മയത് കൊല്ലാൻ വയ്ക്കുന്നില്ല. നല്ല എടുങ്ങാനാണ് ഈ ഡെത്ത് സ്റ്റെപ്പ്. അപ്പോൾ ഞാൻ ഇതെടുത്ത് ഇത് വേഗം മാസ്റ്റർ കൂട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഭയങ്കര സുഖമായിട്ട് മാസ്റ്റർ കൂട്ടാം. വല്ല എടുങ്ങാനുണ്ടാവില്ല. ഇതാണ് ഏറ്റവും വലിയ എടുങ്ങാറുള്ളത്. ഓപ്പണായി. ലെറ്റ്സ് ഗോ. ഇവിടെ വന്നിട്ട് ഈ നൂലുണ്ട് ഇതിനുള്ളിൽ കയറുക. എനിക്ക് അത്ര കാണിച്ചുള്ളൂ. ഇവിടെ കയറി കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തും. നമ്മൾ മാൻഷനിലെത്തും. മേക്കെത്തി. പോ പോട്ടെ. വയ്യവിടെ. ഞാൻ എൻ്റെ ബാഗിൽ തന്നെ ഉണ്ട്. എനിക്ക് മാത്രമേ ബഗ്ഗുള്ളൂ. കേസ് നമുക്ക് ബഗ് അടിച്ചാണ്. അപ്പോൾ നമ്മളൊന്നും കാണില്ല. ഞാൻ അവിടെ ബാക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഈ ഗുഹ. ഇത് കയറാൻ പറ്റില്ലടാ. എന്തോരം എടുങ്ങേറ്. ഒന്നാമത് ടെൻഷനായിക്കണു. ഇതൊക്കെ ടെൻഷനായിട്ട് എടുങ്ങേറ്. 5 മിനിറ്റ് വെച്ച് തീരേണ്ടതൊക്കെ. കത്തി തീ കത്തിയില്ലേ? കത്തി ഇനി എടുക്ക. ഓക്കെ, ഇങ്ങനെ കഴിച്ച ഈ തീയമ്മ 5 സ്ഥലത്ത് വെക്കണം. ഇത് ഞാൻ ഫുള്ള് ഞാൻ കാണിച്ചു തരാം വലിച്ചിട്ട്. ഇത് വാങ്ങി ഈ
സോഡ് കിട്ടിയിട്ട് എല്ലാം കാണിച്ചിട്ട് ഗൈസ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തും കാണാനുണ്ടല്ലോ, സ്ഥലം അതൊന്നും മനസ്സിലാവുണ്ടാവില്ല. അങ്ങനെ ഫൈനലി നമുക്ക് സാധനം കിട്ടി. തുഷീറ്റോ ഫോഡാണ്. ഇതിൻ്റെ പവറും എന്താ പറയുക, യാമാസോണിൻ്റെ പവറും സെയിമാണ്. ഇനി ഇത് രണ്ടും ഒന്നിച്ച് കൂട്ടിയിട്ട് നമുക്ക് ശരിയാക്കണ്ടേ. ഇനി ഞാൻ കാണിച്ചിടാം നിങ്ങൾക്ക് എങ്ങനെ സ്പോൺ ആക്കരുത്. ഫസ്റ്റ് നമ്മൾ വന്നിട്ട് ഹൈദറി കയറുക, ഹൈദറി പോവുക. ഇങ്ങനെ സുഖം. ഹൈദറി പോയിട്ട് ഇങ്ങനെ പോതാ കോസ്റ്റൽ ഏരിയ എത്തി. കോസ്റ്റൽ ഏരിയ ഈ പുഴ കണ്ടില്ലേ, ഈ പുഴയ്ക്ക് ചാടിയിട്ട് നേരെ പോവുക. ഇത് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്, ബാക്കി ഇനി കാണിക്കുന്ന ട്യൂട്ടോറിയലാണ്. ഇത് അറിയണോളി കാണുന്നില്ല, അറിയാത്തവർക്ക് കാണിച്ചിട്ടാണ്. നേരത്തെ ഫുൾ ഇരുത്തല്ലേ, അതുകൊണ്ട് കാണിച്ചിട്ട് ഒന്നും പാടി. അപ്പോൾ ഇവിടെ പൊട്ടിച്ചിട്ട് ഈ എൻ പി സികളെ എല്ലാവരും കൊല്ലുക. ഗോസ്റ്റ് എൻ പി സിൻ്റെ പേര് ഇവരെല്ലാവരും കൊല്ലുക. ഇവരെല്ലാവരും കൊന്നിട്ട് കൊന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഏരിയ തുറക്കും. കാണിച്ചുതരാം. കുറച്ചൊന്ന് വെയിറ്റ് ആക്കണം. ഒരു 10 സെക്കൻഡ്. അവിടെ ഓപ്പണായി. മാക്ക് ഇവിടെ ഇവിടെ ഓപ്പൺ ചെയ്യാൻ നേരത്തെ ഇവിടെ നൂലൊക്കെ ഉണ്ടായി. ഇപ്പോൾ നൂലൊന്നും കാണില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കയറി കഴിഞ്ഞ് ഇപ്പോൾ ഇന്ദ്ര സ്പോണല്ല, അതുകൊണ്ട് കാണിക്കാത്തത്. ഇനി കയറാൻ പറ്റൂല, ഒരിടം കയറിയില്ലേ. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ എത്തുക ഈ ഫ്ലോട്ടിംഗ് ടർട്ടിൽ മാൻഷൻ ഏരിയയിൽ. ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്, സേർ ഭാഗം. ഇവിടെ എത്തുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ വഴിക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടൊന്ന് പഠിച്ചിട്ട് ചെയ്യുക. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ റൈറ്റിക്ക് പോവുക. റൈറ്റിക്ക് ഇങ്ങനെ പോയിട്ട് ഇവിടെ ഫസ്റ്റ് ഇവിടെ അല്ല, അവിടുന്ന് പിന്നെ റൈറ്റിക്ക് തിരിക. ഈ ഒരു മതിലിൻ്റെ ഉള്ളിൽ ഒരു ഫസ്റ്റ് ഏരിയ ഇവിടെ. ഫസ്റ്റ് ഏരിയ നിങ്ങളുടെ കയ്യിൽ ഇവിടെ ടോർച്ച് സംഭവം ഉണ്ടാവും. നാർത്ത് ഇന്ത്യ കണ്ട മാതിരി ടോർച്ച് സംഭവം ഉണ്ടാവും. ആ പ്ലസ് എന്നൊക്കെയാണ്. ആ ടോർച്ച് ഇതിമ കൊണ്ട് വെക്കുക. അപ്പോൾ ഇവിടെ നീല കളർ കത്തും. ആ എർലിമ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് 5 ഏരിയ ഉണ്ട്. ഈ 5 ഏരിയ 5 മിനിറ്റ് കൊണ്ട് തീർക്കണം. അതാണ് പ്രശ്നം. ആ തീർന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല, ഒക്കെ കഴിഞ്ഞ്. പിന്നെ രണ്ടാമത്തേത് അവിടെ ഈ മതിലിൻ്റെ അടിയിൽ ഇവിടെ വന്ന് തീ വെക്കുമ്പോൾ തീ കത്തും. പിന്നെ മൂന്നാമത്തെ ഏരിയ പംകിൻ്റെ ഉള്ളിലാണ്. ഞാൻ കാണിച്ചത് എന്താ പറയുക, എന്ത് പൈറേറ്റ്, ബ്യൂട്ടിഫുൾ പൈറേറ്റിൻ്റെ ക്വസ്റ്റൊക്കെ അല്ലേ അതിൻ്റെ അടുത്തതാണ്. പിന്നെ വന്നിട്ട് ഈക്വലും വരാം. ഈ പംകിൻ കണ്ടുപിടിച്ചാൽ മതി. പംകിൻ്റെ നടുവത്തെ മരം, ഈ മരമല്ല, അതിൽ നടുവിലുണ്ടാവും 3 ഈ നടുവത്തെ മരം. ഈ നടുവത്തെ മരയിൽ നടുവത്തെ പംകിന് നിങ്ങൾക്ക് കയറാനാണ് കുറച്ച് പണി. പക്ഷെ നല്ല പണിയാണ്. തേങ്ങ ബുദ്ധിട്ടാൽ മതി. മേലെത്തിട്ട് ബുദ്ധ ഒഴിവാക്കിയാലും മതി കേട്ടോ. ഈ പംകിൻ്റെ മേലെ കാണിച്ചു തരാം. പംകിനുള്ളിലേക്ക് വേഗം കയറി കിട്ടി. ഇതിനുള്ളിൽ ഇവിടെ മൂന്നാമത്തെ ഏരിയ. ഇവിടെ വന്ന് വെച്ചാൽ തീ കത്തും. ആ കത്തിയിട്ടേ പോകാൻ പറ്റും കേട്ടോ. ഇല്ല കഴിഞ്ഞാൽ 5 മിനിറ്റ് ആവില്ല. പിന്നെ ഫുൾ തപ്പേണ്ടി വരും. അവിടെ കത്താതെ തപ്പി നടക്കേണ്ടി വരും. മൂന്നാമത്തെ ഏരിയ വെച്ചതിന് ഇനി നമ്മൾ പോകേണ്ടത് മാൻഷൻക്കാണ്. മാൻഷൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഉള്ളത് ഇനിയുള്ളത്.
ഞാൻ മാൻഷനൊക്കെ ഒന്ന് പോട്ടെ. ഇതാ മാൻഷൻ്റെ ഈ മാൻഷൻ്റെ പൊട്ടി ചെയ്തിട്ടില്ലേ, പൊട്ടി പോകണ സുഖം ഈ കൂടെ പോലും കുഴപ്പമില്ല. മാൻഷൻ്റെ ബാക്ക് ഭാഗത്താണ്. ഇതാ ഇവിടെ കയറി പോകാൻ വഴി കറക്റ്റുള്ളത്. ബുദ്ധൊക്കെ ഉള്ളവർക്ക് ഈ കൂടി പോവാം, പൊന്തി പോയാൽ മതി. ഇവിടെ പൊട്ടി കിടക്കുന്ന ഷിപ്പ് ഉണ്ട്. ഇതാ ഈ ഷിപ്പിൻ്റെ വണ്ടി കത്തിക്കാൻ സ്ഥലമുണ്ട്. ഷിപ്പിൻ്റെ സൈഡിലായിട്ട് ഇതാ ഇവിടെ 4ാമത്തെ ഏരിയ ഇതാ ഇവിടെ 4ാമത്താണ്. ഇവിടെ ഒന്ന് കത്തിച്ചതിന് ശേഷം പിന്നെ കെടുത്താം. ആ ഒരു പമ്പി മാത്രമേ എടുക്കാനുള്ളൂ, ബാക്കിയുള്ളൊക്കെ വേറെ സുഖമുള്ള ഏരിയയാണ്. പിന്നെ ഈ പൊട്ടി കിടക്കുന്ന ഏരിയ ഉണ്ടോ, ഷിപ്പിന് തൊട്ടപ്പുറത്ത് പൊട്ടി കിടക്കുന്ന ബിൽഡിങ്ങുകളുണ്ടല്ലോ. ഇതിലൊരു ബിൽഡിങ്ങിൻ്റെ സൈഡിലുണ്ട്. ഞാൻ ജസ്റ്റ് എടുക്കട്ടെ. ഈ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ കണ്ടില്ലേ, ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നാർത്തിങ് കാണിച്ച മാതിരി യു എൻ്റെ ഹീഡ് ഔട്ട് എന്ന ഇത് കാണിക്കും. അത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥലത്ത് ഓപ്പൺ ആവും. അത് നമുക്ക് ഈ സ്ഥലം ക്ലോസ് ആയിരുന്നു, എനിക്കൊക്കെ ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ ഇത് ഓപ്പൺ ആക്കിയപ്പോഴാണ് ഓപ്പൺ ആയത്. എന്നിട്ട് ഈ കിങ്ങിനെ അത്യാവശ്യം നമ്മൾ കൊല്ലണം, ഡാമേജ് അത്യാവശ്യം കൊടുത്ത് നമ്മൾ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രോപ്പ് ചെയ്ത് കിങ് ഡ്രോപ്പ് ചെയ്ത് തരും അപ്പം തന്നെ. പിന്നെ ഡ്രോപ്പ് ചെയ്യും എനിക്ക് അറിയത്തില്ല, വേറെ ഡ്രോപ്പ് ചെയ്ത് തോന്നുന്നു. എന്തെങ്കിലും ഫസ്റ്റ് തന്നെ ഡ്രോപ്പ് ചെയ്യും കിങ്, അതിൽ സംശയമില്ല. ഡ്രോപ്പ് എല്ലാവർക്കും കിട്ടും ഫസ്റ്റ് കിങ്ങിനെ കൊല്ലുമ്പോൾ തന്നെ. ഇനിയിപ്പോൾ ഇവിടെ കിങ് സ്പോൺ അല്ലെങ്കിൽ ആരും കൊന്നുപോയതാണെങ്കിൽ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്താൽ മതി, സീനില്ല. ഇങ്ങനെ സംഭവം കഴിഞ്ഞു, 5 മിനിറ്റ് ചെയ്യാറ് കഴിഞ്ഞു. ഇനി എപ്പോൾ വേണമെങ്കിൽ കുഴപ്പമില്ല, എപ്പോൾ കൊന്നാലും കഴിഞ്ഞാൽ കൊന്നാൽ കുഴപ്പമില്ല. എൻ്റെ എൻ്റെ മൂട്ട് എടുത്ത് വരുന്നുണ്ടില്ലേ, ഇവിടെ തന്നെ കിങ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ കൊന്നതാണ്, ഈ കിങ്ങിനെ കൊന്നതിന് സോഡ് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് എന്താ വെച്ചാൽ 2000 ലെവലാക്കിയിട്ട് ഇപ്പോൾ കിട്ടിയ സോഡും യാമ സോഡും ഒന്നിച്ച് കൂട്ടിയിട്ട് വേറെ സോഡ് കിട്ടും. അത് അത്യാവശ്യം നല്ല പവറുള്ള സോഡാണ്. അതും പിന്നെ വേറെ മാസ്റ്റർ കൂട്ടണം. മാസ്റ്റർ കൂട്ടി നമുക്ക് സ്റ്റുനി ഐലാൻഡിലൊക്കെ പോകണം. അതിപ്പോൾ പോകാൻ പറ്റും, പക്ഷേ നമുക്ക് കുറച്ച് ലെവലാക്കിയിട്ടാണ് നമ്മൾ ലെവി ഹണ്ടിനൊക്കെ പോകാൻ വിചാരിച്ചിരിക്കുന്നത്. അതൊക്കെ നമുക്ക് ചെയ്യാണ്ട് വരും വീഡിയോസിലുണ്ടാവും. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ് ചെയ്യുക. ബൈ ബൈ.